നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാനില്ലെന്ന നിലപാടിൽ കെ മുരളീധരൻ ഉറച്ചു നിൽക്കുമ്പോഴും മുരളിക്ക് ജയിച്ചു വരാൻ പറ്റുന്ന സീറ്റിനായുള്ള അന്വേഷണം തുടരുകയാണ്. മത്സരിക്കാൻ പാർട്ടി പറഞ്ഞാലും ലീഗ് വാഗ്ദാനം ചെയ്ത ഗുരുവായൂർ വേണ്ടെന്ന് കെ മുരളീധരൻ ന്യൂസ് 18നോട് പറഞ്ഞു. ലീഗിന് മത്സരിക്കാൻ മറ്റൊരു സീറ്റ് നൽകാനില്ലാത്തതിനാലാണ് ഗുരുവായൂർ നിരസിക്കുന്നതെന്നും കെ മുരളീധരൻ പറഞ്ഞു. ന്യൂസ് 18 കേരളം സീനിയർ എഡിറ്റർ മഞ്ജുഷ് ഗോപാലുമായി സംസാരിക്കുകയായിരുന്നു കെ മുരളീധരൻ. പക്ഷെ താങ്കൾ അന്ന് പാർട്ടിയിൽ ഉന്നയിച്ച പരാതികളുണ്ടല്ലോ, അത് പരിഹരിക്കാൻ പറ്റിയിട്ടുണ്ടോ? അല്ല, ഞാൻ പിന്നീട് പരാതി ഉന്നയിച്ചിട്ടില്ല. ഞാൻ പറഞ്ഞു പെട്ടെന്ന് ചെന്ന് നിന്ന് പരാജയപ്പെട്ടു. പിന്നെ നമ്മൾ എന്തിനാരെയും കുറ്റപ്പെടുത്തുന്നത് നമ്മുടെ തീരുമാനമല്ലേ. പക്ഷെ ഒരു അന്വേഷണം വന്നിരുന്നുവല്ലോ. അന്വേഷണം പാർട്ടി നടത്തിയതാണ്. ഞാൻ പിന്നെ അന്വേഷണ കമ്മീഷൻ എൻ്റെ വീട്ടിൽ വന്നപ്പോൾ ശ്രീ KC ജോസഫിനെ പോലത്തെ ഒരു സീനിയറായിട്ടുള്ള ഒരാൾ ഒന്ന് ഒരു തെളിവെടുപ്പിന് ഒന്ന് വരണം, ഞങ്ങൾ വീട്ടിലേക്ക് വരാമെന്ന് പറഞ്ഞു. സ്വാഭാവികമായിട്ടും അവരോട് എനിക്ക് പറയേണ്ട കാര്യങ്ങൾ പറഞ്ഞു. പക്ഷേ ഞാൻ പറഞ്ഞു എനിക്ക് ആശയമില്ല, എനിക്ക് പരാതി ആരെക്കുറിച്ചുമില്ല. പക്ഷേ എല്ലാവരും ജനത്തിനറിയാം, അവർ തീരുമാനിച്ചോട്ടെ കാര്യങ്ങൾ. ആരൊക്കെയാണ് ഇതിന് പിന്നിലുണ്ടായിരുന്നത്? അതെ, വിജയൻ്റെ ഘട്ടന ആരാന്ന് ജനത്തിന് നന്നായിട്ട് അറിയാം. അതുകൊണ്ട് തന്നെയാണ് ഞാൻ പറഞ്ഞത്, കഴിഞ്ഞ ദിവസം ഞാൻ തൃശ്ശൂർ പറഞ്ഞ അതാണ്, പാർട്ടി വിട്ടുപോയവർ ഒരിക്കലും പാർട്ടിയുടെ ശത്രുക്കളല്ല. കാരണം അവർക്ക് നമുക്ക് മനസ്സിലായി ഇയാൾ പാർട്ടിയിലില്ല. പിന്നെ അവരെന്ത് പറഞ്ഞാലും ആരും ജനം വകവയ്ക്കില്ല. പക്ഷേ കൂടെ നിന്ന് തോൽപ്പിക്കാൻ ശ്രമിക്കുന്ന ശക്തികളുണ്ട്. അതിപ്പോൾ ഈ കഴിഞ്ഞ തവണ തിരുവനന്തപുരം കോർപ്പറേഷനിലും ഉണ്ടായിട്ടുണ്ട്. അല്ലായിരുന്നെങ്കിൽ ഒരു 5-6 സീറ്റ്, ഒരു 30 ഞാൻ പ്രതീക്ഷിച്ചിരുന്നു, ഒരു 10 സീറ്റും കൂടെ കിട്ടുമായിരുന്നു. അപ്പോൾ 20 കിട്ടിയുള്ളൂ. അപ്പം അങ്ങനെയുള്ള ചില പ്രവർത്തനങ്ങൾ ഒരു ശരിയല്ലാത്ത രീതി. അപ്പോൾ ഞാനതൊക്കെ അതുകൊണ്ടാക്കിയാണ് ഇപ്പോൾ ഞാൻ പറഞ്ഞത് ഒരു മത്സരിക്കാനുള്ള മൂഡില്ല എന്ന് പറയുന്നതിൻ്റെ കാരണം ഇങ്ങനെയുള്ള ചില ശക്തികൾ പാർട്ടിക്കകത്തുണ്ട്. അത് എല്ലാ പാർട്ടിക്കകത്തും ഉണ്ട്. ഇപ്പോൾ CPM-ലും ഉണ്ട്. അവർ മോശക്കാരും നില, ഇപ്പോൾ അവരുടെ കേഡർ സിസ്റ്റമൊക്കെ പോയി. പക്ഷേ എങ്കിലും ഞാൻ പറഞ്ഞു, അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞ പാർട്ടിക്ക് വേണ്ടി പ്രവർത്തിക്കാം, പക്ഷെ മത്സരിക്കാൻ മൂടില്ല. അത് തൃശ്ശൂർ താങ്കളുടെ ഭാഗ്യ ജില്ല അല്ല എന്ന് പറഞ്ഞു. തൃശ്ശൂരിലേക്കാണ് ഇനി പാർട്ടി നിയോഗിക്കുന്നതെങ്കിൽ ഇപ്പോൾ ഗുരുവായൂർ നോക്കുക, അങ്ങനെയാണെങ്കിൽ പോകാൻ തയ്യാറാണ്. ഗുരുവായൂർ എനിക്ക് ഞാൻ പരാജയപ്പെട്ട 2 ലോക്സഭാ ഇലക്ഷനിൽ എനിക്ക് ഭൂരിപക്ഷം കിട്ടിയത് നിയോജകമണ്ഡലമാണ്. പക്ഷെ അതിപ്പോൾ ഘടകകക്ഷിയുടെ കയ്യിലാണ്. ഗുരുവായൂർ സീറ്റ് ഘടകകക്ഷിയുടെ കയ്യിലാണ്. കാരണം ആ സീറ്റ് അല്ലെങ്കിൽ അവർക്ക് തൃശ്ശൂർ ജില്ലയിൽ മത്സരിക്കാൻ സീറ്റില്ല. ഇപ്പോൾ 980-ൽ കോൺഗ്രസ് പിളർന്നതിന് ശേഷം നടന്ന ആദ്യത്തെ ഇലക്ഷനിൽ അന്ന് CH കെ കരുണാകരനോട് ഞാൻ എൻ്റെ പിതാവിനോട് പറഞ്ഞതാണ്, സാറ് ഇവിടെ വേണമെങ്കിൽ മത്സരിച്ചോളൂ, കാരണം മാളയിലെ കോൺഗ്രസ് നിന്ന് പോയ നേതാക്കന്മാരൊക്കെയാണ് മത്സരിക്കുന്നതെങ്കിൽ ടഫായിരിക്കും, അതുകൊണ്ട് മത്സരിച്ചോളാൻ പറഞ്ഞു. അന്ന് അദ്ദേഹം 2 കാര്യം പറഞ്ഞു. അന്ന് എൻ്റെ പിതാവ് പറഞ്ഞ 2 കാര്യമാണ്. ഒന്ന്, അദ്ദേഹത്തിന് വളരെ വേണ്ടപ്പെട്ട ആളായിരുന്നു അവിടുത്തെ MLA എന്ന BV സീതി തങ്ങൾ, അദ്ദേഹം ലീഗിൻ്റെ MLA. ഒന്ന്, തങ്ങൾക്ക് വേറെ സ്ഥലമൊന്നുമില്ല, തങ്ങൾക്ക് ഇനിയും ഒരു ഫ്യൂച്ചറുള്ള ആളാണ്, തങ്ങൾ നിൽക്കട്ടെ, എനിക്ക് വേണ്ടപ്പെട്ട ആളാണ്. അപ്പോൾ എൻ്റെ പിതാവിന് ചില താല്പര്യമുള്ള ചില ലീഗുകാരുണ്ട്, അവരോട് അദ്ദേഹം കൂടുതൽ സ്നേഹം കാണിക്കാറുണ്ട്. 77 ചാക്കേരി അഹമ്മദ് കുട്ടിയെ സ്പീക്കറാക്കിയത് അങ്ങനെയാണ്. പിന്നെ സീതി ആജിനെ വിപ്പാക്കിയതും. അപ്പോൾ അങ്ങനെ അദ്ദേഹത്തിന് വളരെ സ്നേഹമുള്ള ഒരാളായിരുന്നു സീതി തങ്ങൾ മത്സരിക്കട്ടെ. 2, ഇപ്പോൾ നിങ്ങൾ ഗുരുവായൂർ വിട്ടുകൊടുത്താൽ നിങ്ങൾക്കൊരു സബ്സ്റ്റിറ്റ്യൂട്ട് സീറ്റ് തരാൻ തൃശ്ശൂർ ജില്ലയിൽ കുറവാണ്, സാധ്യതയില്ല, അതുകൊണ്ട് നിങ്ങളവിടെ മത്സരിച്ചോളൂ, എനിക്കിതൊന്നും കുഴപ്പമില്ല, മാള എൻ്റെ വീടാണ്, ഞാനവിടെ ഫൈറ്റ് ചെയ്തോളാം. അങ്ങനെ ഒരു പക്ഷേ ലീഗിനോട് അന്ന് കെ കരുണാകരനുള്ള സ്നേഹം അതിപ്പോൾ ലീഗിന് താങ്കളോടുണ്ട്. താങ്കൾ എവിടെ നിന്ന് വേണമെങ്കിലും മത്സരിച്ച് ജയിച്ചു വരണമെന്ന് ലീഗ് ആഗ്രഹിക്കുന്നുണ്ട്. അതുകൊണ്ട് ഗുരുവായൂർ വേണമെങ്കിൽ അവർ വിട്ടുതരും. അല്ല, അവർക്ക് വിട്ടു തന്നാൽ സബ്സ്റ്റിറ്റ്യൂട്ട് സീറ്റ് കൊടുക്കണ്ടേ? 2 കാര്യമുണ്ട്. ഒന്ന്, ഗുരുവായൂർ അല്ലെങ്കിൽ അവർക്ക് അങ്ങനൊരു ഫൈറ്റിംഗ് ചാൻസുള്ള സീറ്റ് വേറെയില്ല തൃശ്ശൂർ ജില്ലയിൽ. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് വെറുതെ അവർ ഡിസ്റ്റർബ് ചെയ്യാൻ നിൽക്കണ്ട. മാത്രമല്ല, അവർ സ്ഥാനാർത്ഥികളാക്കാൻ പരിഗണിക്കുന്ന പല പേരുകാരും കഴിഞ്ഞ ലോക്സഭയിൽ എനിക്ക് വേണ്ടി സജീവമായിട്ട് ഫീൽഡ് ഉണ്ടായിരുന്നവരാണ്. എനിക്ക് എന്തോ കോൺഗ്രസ്സുകാരും നന്നായിട്ട് സഹകരിച്ചു, എല്ലാവരും ഉണ്ടായിരുന്നു എൻ്റെ കൂടെ. പക്ഷേ അതിനേക്കാൾ ഇരട്ടി ആവേശത്തിൽ പ്രവർത്തിച്ചവരാണ്. അപ്പോൾ അവർക്ക് ഞാൻ കാരണം ഒരു സ്ഥാനം ഇല്ലാതാവരുത് എന്നുള്ള ഒരു ഉദ്ദേശത്തോടു കൂടിയാണ് ഞാൻ ഗുരുവായൂരിൻ്റെ കാര്യം. അല്ലാതെ ഗുരുവായൂർ തീർച്ചയായിട്ടും എനിക്ക് എന്നും അനുഗ്രഹം നൽകിയിട്ടുള്ള സ്ഥലം തന്നെയാണ്. പക്ഷേ വേണ്ട അല്ലേ? അത് ഞാൻ പറയാൻ കാരണം ഇതാണ്, അവർക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് കൊടുക്കാൻ സീറ്റില്ല. പിന്നെ കൊടുക്കേണ്ടത് മലപ്പുറം ജില്ലയിലാണ്. മലപ്പുറത്ത് അല്ലെങ്കിൽ ആകെ 4 സീറ്റിലെ കോൺഗ്രസ് മത്സരിക്കുന്നുള്ളൂ. അപ്പോൾ അത് വീണ്ടും 3 ആയാൽ പിന്നെ അതിനെക്കുറിച്ചായിരിക്കും ചർച്ച. പക്ഷെ അതേസമയം തിരുവമ്പാടി വേണമെങ്കിൽ ലീഗിന് താങ്കൾക്ക് വിട്ടുതരാൻ വേണമെങ്കിൽ അല്ലേ? അല്ല, ഞാൻ തിരുവമ്പാടിയിൽ താങ്കൾക്ക് വേണ്ടി പോസ്റ്ററുമുണ്ട്. അതുണ്ട്, പോസ്റ്റർ എല്ലായിടത്തും ഇറങ്ങിയിട്ടുണ്ട്. അത് ഞാൻ പറഞ്ഞല്ലോ, മറ്റേ കല്യാശ്ശേരിയിലും ഇവിടെയും മാത്രമേ ഇല്ലാത്തുള്ളൂ.
മറ്റേ പയ്യന്നൂരും മാത്രം, ബാക്കി എല്ലായിടത്തും പോസ്റ്റുണ്ട്. പക്ഷേ പോസ്റ്റ് നോക്കിയിട്ടല്ലല്ലോ സ്ഥാനാർത്ഥികളെ തീരുമാനിക്കുക. അതവരാഗ്രഹമായിരിക്കും, പാർട്ടി പ്രവർത്തകർ ആഗ്രഹമായിരിക്കും ഞാൻ മത്സരിക്കണം എന്നുള്ളത്. പക്ഷേ അങ്ങനെ തീരുമാനം എടുക്കാൻ കഴിയില്ലല്ലോ. തിരുവമ്പാടി എന്തുകൊണ്ട് വേണ്ട എന്ന്? അല്ല, ഞാൻ വേണ്ടാന്നല്ലല്ലോ പറഞ്ഞു. ഇപ്പോൾ ആ സീറ്റ് ലീഗിൻ്റെ ഏഴ് സീറ്റായതുകൊണ്ട് ലീഗ് ഏതൊക്കെ സീറ്റുകളാണ് കോൺഗ്രസ്സിന് വെച്ച് മാറുക എന്നൊന്നും തീരുമാനിച്ചിട്ടില്ല, ചർച്ച നടക്കുന്നേ ഉള്ളൂ. അതാണ് ഞാൻ പറഞ്ഞത്, ഇപ്പം ചാടി കയറിയ തീരുമാനം എടുക്കേണ്ട കാര്യമില്ല, നമുക്ക് വെയിറ്റ് ചെയ്യാം എന്തൊക്കെയാണ് കാര്യങ്ങൾ. അതിനുശേഷം മത്സരിക്കണമെന്ന് പാർട്ടി പറയുകയാണെങ്കിൽ നമുക്ക് അന്ന് ഏത് സീറ്റിൻ്റെ കാര്യം പക്ഷെ ഞാൻ തിരുവനന്തപുരം സെലക്ട് ചെയ്യാൻ കാരണം ഇവിടെ ശക്തമായിട്ട് ത്രികോണ മത്സരമാണ്. ഇപ്പോൾ മറ്റ് ജില്ലകളിൽ LDF വിരുദ്ധ വികാരം UDFനാണ് കിട്ടുക. തിരുവനന്തപുരത്ത് അത് ഷെയർ ചെയ്യാൻ ഒരു വിഭാഗമുണ്ട്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ത്രികോണ മത്സരം നടക്കുന്ന ഒരു ജില്ലയുടെ ചുമതല ഞാൻ വഹിച്ചോളാം, മത്സരിക്കണമെന്നല്ല, ചുമതല ഞാൻ വഹിച്ചോളാം എന്ന് പറയാൻ കാരണം പാർട്ടി തീരുമാനിക്കട്ടെ ബാക്കി കാര്യങ്ങൾ. അങ്ങനെ മാറി നിൽക്കേണ്ട ആവശ്യം എന്താണ്? അല്ല, അത് പാർട്ടി തീരുമാനിക്കണം. അത് നമ്മുടെ സ്വന്തം ഇഷ്ടപ്രകാരം അല്ല തീരുമാനിക്കേണ്ടത്, പാർട്ടി തീരുമാനിക്കണം. ഞങ്ങളുടെ സീനിയർ എഡിറ്റർ മഞ്ജുഷ് ഗോപാലുമായി സംസാരിക്കുകയായിരുന്നു കെ മുരളീധരൻ. അഭിമുഖത്തിന്റെ പൂർണ്ണ രൂപം ഇന്ന് 9:30 കാണാം. ഇപ്പോൾ കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.